ചെറിയ ചെറിയ ബ്രേക്ക്ഔട്ട്സ് പോലെ ഇങ്ങനെ ബംപ്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹായ് ആൾ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ ഫേസ് വാഷും പിന്നെ ബയോഡെർമയുടെ ജെൽ ഫേസ് വാഷും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, കമ്പാരിസൺ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഈ രണ്ട് ഫേസ് വാഷസിലും ഏറ്റവും എന്താ പറയുക സൈസ് ചെറുത് ബയോഡെർമയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ വർത്ത്. ബിക്കോസ് ഇത് 150 ml ഉണ്ട്, സിമ്പിൾ ഫേസ് വാഷ് 150 ml ഉണ്ട്, പിന്നെ ബയോഡെർമ ഫേസ് വാഷ് ആകെ 100 ml ഉള്ളൂ ഇതിൽ. ആൻഡ് ബയോഡെർമ കുറച്ച് കോസ്റ്റ്ലിയും കൂടെയാണ്. ഇത് പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയാൻ വന്നത് ഈ ബയോഡെർമ ഫേസ് വാഷ് 100 ml ആണ് 800 rupees ആൻഡ് സിമ്പിൾ ഫേസ് വാഷിന് 150 ml ആണ് 300 rupees. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം അത്ര ഡിഫറൻസ് ഉണ്ട് പ്രൈസിൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ചാണ്. ബിക്കോസ് ആദ്യം ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് സിമ്പിൾ. ഒരു 6 months, ഓൾമോസ്റ്റ് 6 months ആയി ഞാൻ സിമ്പിൾ ഫേസ് വാഷ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ബട്ട് ബയോഡെർമ ഈ റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ ഫേസിൽ കുറച്ച് ബ്രേക്ക്ഔട്ട്സ് വന്നായിരുന്നു, ഇങ്ങനെ പിമ്പിൾസ് ഉള്ളിവിടെ. ഞാൻ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രേക്ക്ഔട്ട്സ് പോലെ ഇങ്ങനെ ബംപ്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബയോഡെർമ ഫേസ് വാഷ് നമ്മുടെ ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ ബെസ്റ്റാണ്. ഫേസിൽ ആക്നിയൊക്കെ പോകാൻ നല്ലൊരു അടിപൊളി ഫേസ് വാഷാണിത്. ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ലൈവായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബയോഡെർമ യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ സിമ്പിൾ ഫേസ് വാഷിൻ്റെ ടെക്സ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നേരത്തെ വേറെ വീഡിയോസിലൊക്കെ ഞാൻ ഇത് ടെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടെക്സ്ചർ. നല്ല എന്താ പറയുക ഒരുപാട് ജെൻറ്റിലായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് നല്ല ജെൻറ്റിലാണ്, ഫേസിൽ നല്ല ജെൻറ്റിലാണ്, നല്ല വെരി ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആദ്യം ഇപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തേക്കുവാണ് സിമ്പിൾ ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നല്ല എന്താ പറയുക നല്ല ജെൻറ്റിൽ ടെക്സ്ചറാണ്, അത്ര ഫോയമിങ് അല്ല, ചെറുതായിട്ട് എന്നാലും ഫോയമിങ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ തോന്നി, ആക്ച്വലി ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നെ മനസ്സിലാവും. ഒട്ടും പതയുന്ന ഒട്ടും എന്താ പറയുക ഫോയമിങ് ടൈപ്പ് ഫേസ് വാഷ് അല്ല സിമ്പിളിൻ്റെ. നല്ല എന്താ പറയുക നമുക്ക് നല്ല ജെൻറ്റിലായിട്ടാണ് തോന്നുന്നത്. നല്ല പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിലൊരു മാറ്റ് ഫിനിഷാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഫേസ് വാഷ് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബയോഡെർമയുടെ ഫേസ് വാഷിൻ്റെ ടെക്സ്ചറാണ്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക പ്യൂരിഫയിങ് ക്ലെൻസിങ് ഫോയമിങ് ജെൽ ഫേസ് വാഷ് എന്നാണ് പറയുന്നത്. ഇത് സോപ്പ് ഫ്രീ ആണ്, മിസറൽ ടെക്നോളജി, പിന്നെ എന്താണ് അങ്ങനെ വേഗത്തപ്പോൾ കുറച്ച് താഴ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്ചർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇല്ല, ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഞാൻ സൂക്ഷിച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നല്ല ബ്ലൂ കളർ ഒരു എന്താ പറയുക ജെൽ ടൈപ്പ് ഫേസ് വാഷാണ്. മറ്റേ എന്താ പറയുക ബയോഡെർമ ഫേസ് വാഷ് ആക്ച്വലി ജെൽ ടൈപ്പ് അല്ല, അത്ര ജെൽ ടൈപ്പ് അല്ല, എന്നാലും കൂടുതൽ ജെൽ ടൈപ്പ് ടെക്സ്ചറാണ് ഇതിലുള്ളത്. ഇത് ആക്ച്വലി പെട്ടെന്ന് എന്താ പറയുക പതയുന്നുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇത് പതയുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക അല്ലെങ്കിൽ ഈ പണ്ടത്തെ നമ്മുടെ ലിറിൽ സോപ്പില്ല അതിൻ്റെയൊക്കെ സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത്. ബ്ലൂ കളർ സോപ്സ് ഒക്കെ ഇല്ലേ, പിയേഴ്സിൻ്റെ ബ്ലൂ സോപ്പ്, അതിൻ്റെയൊക്കെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ സിമ്പിൾ നല്ല ഫ്രാഗ്രൻസ് ഫ്രീ ആയിരുന്നു. ഇന്ന് ചെറിയൊരു നല്ല ഫ്രാഗ്രൻസ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടും. സോപ്പിൻ്റെയൊക്കെ മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, ബട്ട് ഇത് സോപ്പ് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഈ ബയോഡെർമ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ബയോഡെർമ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് നല്ലോണം പതയുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അടുപ്പിച്ചടിച്ച് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാകും. ബട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ എന്താ പറയുക വലിഞ്ഞിങ്ങനെ നമുക്ക് ഒരുപാട് സ്കിൻ ഡ്രൈ ആവുന്ന പോലെ കുറച്ച് വലിയുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിന്നും എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ്. നല്ലോണം ഓയിൽ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലി സാധനങ്ങൾ ലൈക്ക് ബയോ ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹെവി മേക്കപ്പ് അതൊക്കെ റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ് ഈ ഫേസ് വാഷ്. പിന്നെ ഓയിലി സ്കിന്നുകാർക്കും ഇത് ബെസ്റ്റാണ്, വെരി വെരി ഓയിലി സ്കിൻ. പിന്നെ കോമ്പിനേഷൻ സ്കിന്നും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ബട്ട് എനിക്കിപ്പോൾ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് നമുക്ക് എന്താ പറയുക എക്സസ് സിബം എലിമിനേറ്റ് എന്ന് വെച്ചാൽ സിബം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസിനെയാണ്, നമ്മുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസിനാണ് സിബം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ എക്സസ് ആയിട്ടുള്ള സിബം, എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ മാത്രം റിമൂവ് ചെയ്യും, എലിമിനേറ്റ് എക്സസ് ഓയിൽ. നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ മാത്രം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നോൺ ഡ്രൈയിങ് ആക്കും എന്ന് വെച്ചാൽ ഒട്ടും ഡ്രൈ ആക്കില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് ഡ്രൈ ആയിട്ടാണ് തോന്നി, ബിക്കോസ് എനിക്കൊന്നും എൻ്റെ സ്കിൻ ടൈപ്പ് കാരണമായിരിക്കും എനിക്ക് അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുന്നത്. ബട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ആക്ച്വലി
ഇനി ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷിനെ കുറിച്ച് പറയാം. സിമ്പിൾ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും. അതാണ് കുറച്ചുകൂടെ ബയോഡമയുടെ ഫേസ് കുറച്ചുകൂടി ഡ്രൈ ആക്കും. ഇത് നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും. ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് ഡ്രൈ ആണ്, ബട്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇത് വെഗൻ അപ്രൂവ്ഡ് ആണ്, ആനിമൽ ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹാഷ് കെമിക്കൽസ് ഒന്നുമില്ല, നോ പെർഫ്യൂം, നോ കളർ. യെസ്, അതെല്ലാം കറക്റ്റാണ്. പെർഫ്യൂം സ്മെല്ലില്ല, കളറില്ല. ബട്ട് അത് ഒരു ബ്ലൂയിഷ് കളർ ഉണ്ട്. കളർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോഡമ ഒരു ബ്ലൂ കളർ ടൈപ്പ് ഫേസ് വാഷ് ആണ്. ഇത് കളർലെസ് ഫേസ് വാഷ് ആണ്. പിന്നെ ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 150 ml ഉണ്ട്, 300 rupees. ബയോഡമ ഫേസ് വാഷ് ആക്ച്വലി ഉള്ളി 100 ml ഉള്ളൂ ഫോർ 800 rupees. അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, പിന്നെ ഇത് പാരബൻ ഫ്രീ, ഓഫ്കോഴ്സ് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആണ്, ഞാനത് എടുത്ത് പറയുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ എനിക്ക് രണ്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത്, സിമ്പിൾ ഫേസ് വാഷ് ഞാൻ ഒരു 6 months ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ഇത് കുറച്ചുകൂടെ ലൈക്ക് ഡ്രൈ സ്കിൻ, ഐ തിങ്ക് ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിൻ ബെസ്റ്റ് ആണ്. ബിക്കോസ് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് സ്കിൻ നല്ല സോഫ്റ്റും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ഫേസ് നല്ല മാറ്റ് ഫിനിഷ് തരും. പിന്നെ ബയോഡമ ഫേസ് വാഷ് ആണെങ്കിൽ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എന്താ പറയുക, നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ കളയും. അപ്പോൾ എനിക്കിത് ബെസ്റ്റ് യൂസ് ചെയ്യാനായി തോന്നുന്നത് ഓയിലി സ്കിന്നാണ്. ഓയിലി ആൻഡ് ഇത് ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിൻ, ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നുള്ളത്. ബട്ട് ഇത് ഓൾ സ്കിൻ ടൈപ്സിന് പറ്റും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് യെസ്, ഇത് ഒരുപാട് എന്താ പറയുക ഓയിലി സ്കിൻകാർക്ക് മാത്രമാണ്, വെരി ഓയിലി സ്കിന്നിന് മാത്രമാണ് ഇത് പറ്റിയത്. പിന്നെ സ്കിൻ സോഫ്റ്റ് ആൻഡ് പ്ലംപി ആക്കും. ടെക്സ്ചർ നല്ല ജെൽ ലൈക്ക് ടെക്സ്ചറാണ്. അത്രയ്ക്ക് ജെൽ ലൈക്ക് മൈൽഡ് ആയിട്ടൊരു ജെൽ ലൈക്ക് ടെക്സ്ചർ. ഇത് നല്ല ജെൽ ലൈക്ക് ടെക്സ്ചറാണ്. പിന്നെ ഇത് സോപ്പ് ഫ്രീ ആണ്, ബട്ട് ഒരു നല്ല ഫോമിംഗ് ആണ്. ഇത് സോപ്പ് ഫ്രീ ആണ്, ബട്ട് അത്ര ഫോമിംഗ് അല്ല. നല്ല എന്താ പറയുക, ഒട്ടും നമുക്ക് ഒരു ഫോമിംഗ് ആയിട്ട് നല്ല ജെന്റിൽ ഫേസ് വാഷ് ആണ്. പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ ആൻഡ് അമിനോ ആസിഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ അതൊന്നുമില്ല. ഇത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപി ആക്കും. ഇത് നമ്മുടെ എക്സസ് ഡേർട്ടൊക്കെ, സ്കിന്നിലെ എക്സസ് ഓയിലും എക്സസ് ഡേർട്ടൊക്കെ കളയും. ബയോഡമ ഫേസ് വാഷ് സിമ്പിൾ, ഇഷ്ടപ്പെട്ട സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ്. നല്ല മോയ്സ്ചറൈസിങ് ആണ്, സോഫ്റ്റ് ആണ്, പ്ലംപി ആണ്. അപ്പോൾ ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് ഞാൻ ഈ സിമ്പിൾ ഫേസ് വാഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ വെരി ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ബയോഡമ ഫേസ് വാഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ട്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ സിമ്പിൾ ഫേസ് വാഷ് ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കിൻ ടൈപ്സ് ഏതാണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.